ഇതെന്റെ ഗ്രൗണ്ടാണ്, എന്റെ സ്വന്തം നാടാണ്. മറ്റാരെക്കാളും നന്നായി ഈ ഗ്രൗണ്ടിനെ എനിക്കറിയാം. താൻ കളി പഠിച്ച ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പുൽമൈതാനത്ത് ഒരു വൃത്തം വരച്ച് അതിന്റെ നടുവിൽ ബാറ്റ് കുത്തി നിർത്തുമ്പോൾ സാമ്രാജ്യങ്ങളേറെ വെട്ടിപ്പിടിച്ചൊരു ചക്രവർത്തിയുടെ ആഹ്ലാദമാണ് KL രാഹുലിന്റെ മുഖത്ത് കാണാനായത്. ഒറ്റയാൾ പോരാട്ടം നയിച്ച് ടീമിനെ വിജയതീരത്ത് എത്തിച്ചതിന്റെ അഭിമാനവും പിന്നിട്ട സീസണുകളിൽ തന്നെ കുരിശിലേറ്റാൻ മത്സരിച്ചവർക്കെല്ലാം ബാറ്റ് കൊണ്ട് മറുപടി നൽകാനായതിന്റെ ചാരിതാർത്ഥ്യവും ആ മുഖത്ത് ദൃശ്യമായിരുന്നു. RCBയെ അവരുടെ തട്ടകത്തിൽ വെച്ച് മസ്തകത്തിന് അടിച്ചു വീഴ്ത്തി സാക്ഷാൽ കിങ് കോഹ്ലിയെ വരെ നിശബ്ദനാക്കി തലയെടുപ്പുള്ള ഒരു സിംഹരാജനെ പോലെ KL രാഹുൽ പവലിയനിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ക്രിക്കറ്റിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കാൻ അയാൾ കണക്ക് കൂട്ടി വെച്ചതുപോലെ തോന്നിച്ചു. അയാളുടെ കണ്ണുകളിൽ തീക്ഷ്ണതയോടെ പലതും മിന്നുമായിരുന്നുണ്ടായിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസ് ഉടമ സഞ്ജീവ് ഗോയങ്കയുടെ പരസ്യമായ ചീത്തവിളികൾ കേട്ട് തഴമ്പിച്ച രാഹുലിന്റെ ചെവിയിൽ ഇപ്പോൾ മുഴങ്ങുന്നത് കാണികളുടെ ഹർഷാരവമാണ്. കഴിഞ്ഞ സീസണിലെ പരാജയ പരമ്പരകൾക്കിടെ ക്യാപ്റ്റനായിരുന്ന രാഹുലിന്റെ ബാറ്റിംഗിലെ മെല്ലെപ്പോക്കിനൊപ്പം ക്യാപ്റ്റൻസിയും വിമർശിക്കപ്പെട്ടു. ഫോമില്ലായ്മയും ഇന്ത്യൻ ടീമിൽ നിന്ന് നിരന്തരം തഴയപ്പെടുന്ന സാഹചര്യങ്ങളും അയാളെ നിരാശനാക്കിയിരുന്നു. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഫിനിഷർ റോളിൽ തിളങ്ങി രാഹുൽ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നും പരാജിതനായിരിക്കാൻ അയാൾക്ക് ഭാവമില്ല. പരിഹസിച്ചവർക്ക് മുന്നിൽ ജയിച്ചു കാണിക്കാൻ അയാൾ ശീലിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ മുറിവേറ്റ സിംഹമായ ഈ 32-കാരനെ ഭയക്കാൻ എതിരാളികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. പരിഹാസങ്ങളുടെയും പഴിചാരലുകളുടെയും തീച്ചുളയിൽ വെന്തുരുകി പാകപ്പെട്ട ഒരു ലോഹം പോലെ അയാളുടെ പ്രതിഭ നിന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. RCBക്കെതിരെ പുറത്തെടുത്ത വീറിട്ടൊരു ഇന്നിംഗ്സിനാൽ KL രാഹുൽ മറുപടി നൽകിയത് തന്റെ വിമർശകർക്ക് കൂടിയായിരുന്നു. 14 കോടി രൂപയ്ക്ക് ടീമിലെടുത്തപ്പോൾ തന്നെ രാഹുലിന് മുന്നിലേക്ക് ഡൽഹി മാനേജ്മെന്റ് ക്യാപ്റ്റൻസി പദവി വെച്ച് നീട്ടിയിരുന്നു. എന്നാൽ ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പം നായകൻ എന്ന നിലയിൽ നേരിടേണ്ടി വന്ന അവഹേളനങ്ങൾ അയാളെ വീണ്ടും ക്യാപ്റ്റനാകുന്നതിൽ നിന്നും സ്വയം വിലക്കി. അക്സർ പട്ടേലിന് കീഴിൽ അമിത സമ്മർദ്ദങ്ങളില്ലാതെ ക്രിക്കറ്റ് ആസ്വദിക്കാനായിരുന്നു അയാളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം RCBക്കെതിരെയും ഡൽഹിയുടെ അപരാജിത ജൈത്രയാത്ര തുടർന്നിരുന്നു. 93 റൺസുമായി അവരെ വിജയതീരമണച്ചത് സീനിയർ താരമായ KL രാഹുൽ ആയിരുന്നു. 53 പന്തുകളിൽ നിന്ന് 6 സിക്സറുകളും 7 ബൗണ്ടറികളും രാഹുൽ പറത്തി. 13 പന്തുകൾ ശേഷിക്കെ RCBയെ 6 വിക്കറ്റിനാണ് ഡൽഹി ക്യാപിറ്റൽസ് തറ പറ്റിച്ചത്. ഇതിനു പിന്നാലെയാണ് KL രാഹുലിന്റെ ഗ്രൗണ്ടിൽ ബാറ്റ് കുത്തിയുള്ള ആഹ്ലാദ പ്രകടനം അരങ്ങേറിയത്. തോൽവിയുടെ നിരാശ ബംഗളൂരു താരങ്ങളുടെ മുഖത്ത്, പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. ഹോം ഗ്രൗണ്ടിൽ ലോക്കൽ ബോയുടെ മാസ്മരിക പ്രകടനങ്ങൾക്ക് മുന്നിൽ തോൽവി സംബന്ധിച്ച് മടങ്ങുമ്പോൾ RCB ഇതിഹാസത്തിന്റെ മുഖം വിളറി വെളുത്തിരുന്നു. ഹസ്തദാനം നൽകി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോഴും അയാൾ ക്യാമറയ്ക്ക് മുന്നിലും ഇതെന്റെ ഗ്രൗണ്ടാണ് എന്ന് ആവർത്തിച്ചു. രാഹുലിന്റെ പ്രതികരണം ഒരു തമാശ പോലെ കേട്ടാസ്വദിച്ച ഡൽഹി നായകൻ അക്സർ പട്ടേൽ ഒരു പൊട്ടിച്ചിരിയോടെ തലകുലുക്കി സമ്മതിച്ചു, അതെ, നിങ്ങളുടെ തന്നെ. മത്സരശേഷമുള്ള സമ്മാനദാന ചടങ്ങിനിടയിൽ രാഹുൽ വീണ്ടും ഈ വാക്കുകൾ ആവർത്തിച്ചു, ഇതെന്റെ ഗ്രൗണ്ടാണ്, എന്റെ സ്വന്തം നാടാണ്. മറ്റാരെക്കാളും നന്നായി ഈ ഗ്രൗണ്ടിനെ എനിക്കറിയാം. മത്സരത്തിനിടെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി തന്നെ പ്രകോപിപ്പിച്ച വിരാട് കോഹ്ലിക്കുള്ള മറുപടിയായോ മുൻകാല ക്ലബായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മെഗാ താരലേലത്തിൽ ടീമിലേക്ക് പരിഗണിക്കാതിരുന്നതിനുള്ള പ്രതിഷേധമോ ആകാം രാഹുലിന്റെ ഈ പ്രതികരണമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. കോഹ്ലി മുട്ടി നോക്കിയ ആള് വേറെയാണെന്നും രാഹുൽ ബാറ്റ് കൊണ്ട് ഉചിതമായ മറുപടിയാണ് നൽകിയതെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകരും ചൂണ്ടിക്കാട്ടുന്നു. കിങ് കോഹ്ലിയുടെ RCB ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റ് വീശുകയാണ് അക്സർ പട്ടേലിന്റെ ഡൽഹി ക്യാപിറ്റൽസ്. താരതമ്യേന ചെറിയ വിജയലക്ഷ്യം ഡൽഹി അനായാസം മറികടക്കുമെന്നാണ് ആദ്യം എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ചുവന്ന ചെകുത്താന്മാരുടെ പേസ്പട പ്രതീക്ഷിച്ചതിലും അതിശക്തരായിരുന്നു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ 58 റൺസ് എടുക്കുമ്പോഴേക്കും ഡൽഹിയുടെ 4 മുൻനിര വിക്കറ്റുകൾ വീണിരുന്നു. അഭിഷേക് പോറലിന്റെ വിക്കറ്റ് വീണപ്പോൾ കോഹ്ലിയുടെ അഗ്രസീവ് സെലിബ്രേഷനും കാണികൾ ഏറ്റെടുത്തിരുന്നു. മുഷ്ടി ചുരുട്ടി വായുവിലേക്ക് ഉയർത്തിക്കാട്ടി KL രാഹുലിന് സമീപത്ത് കൂടി തീക്ഷ്ണമായൊരു നോട്ടവും സമ്മാനിച്ച് കിങ് കോഹ്ലി നടന്നകലുമ്പോൾ ഗാലറികളിലേക്കും മത്സരത്തിന്റെ പോരാട്ട വീര്യം പടർന്നിറങ്ങിയിരുന്നു. പൊതുവെ സൗമ്യനും പ്രകടനപരതയിൽ വിശ്വസിക്കാത്ത കളിക്കാരനുമാണ് ബംഗളൂരുകാരനായ രാഹുൽ. എന്നാൽ കോഹ്ലിയുടെ അമിതാവേശം കലർന്ന വെല്ലുവിളി രാഹുലിലെ ചാമ്പ്യനെ ഉണർത്തി. പിന്നീട് ചിന്നസ്വാമിയിൽ പിറന്നത് രാഹുലിന്റെ IPL കരിയറിൽ എക്കാലവും ഓർത്തിരിക്കാവുന്ന ഒരു സ്വപ്നതുല്യ ഇന്നിംഗ്സ് ആയിരുന്നു. താൻ കളിച്ചു വളർന്ന ചിന്നസ്വാമിയിൽ RCBക്കെതിരെ KL രാഹുൽ കാഴ്ചവെച്ച ഇന്നിംഗ്സ് ചേതോഹരമായിരുന്നു. 53 പന്തുകളിൽ നിന്ന് 6 സിക്സറുകളും 7 ബൗണ്ടറികളും സഹിതം പുറത്താകാതെ 93 റൺസാണ് രാഹുൽ അടിച്ചെടുത്തത്. 175 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് RCBയുടെ ബൌളിംഗ് നിരയെ
രാഹുൽ തച്ചുടച്ചത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 136 മത്സരങ്ങളിൽ നിന്ന് 135 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 4868 റൺസാണ് രാഹുലിന്റെ ഇതുവരെയുള്ള ആകെ സമ്പാദ്യം. വെറുമൊരു RCB ഡൽഹി പോരാട്ടം എന്ന പേരിലായിരിക്കില്ല ഈ IPL മത്സരം വരും തലമുറ എക്കാലവും ഓർത്തിരിക്കുക. പകരം താൻ കളി പഠിച്ച മൈതാനമുറ്റത്ത് തന്നെ അവഗണിച്ച ഒരു IPL ഫ്രാഞ്ചൈസിയുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് ഒരു ലോക്കൽ ഹീറോ കാണിച്ച കട്ട ഹീറോയിസത്തിന്റെ പേരിലായിരുന്നു. കോഹ്ലി, KL രാഹുൽ കൊമ്പുകോർക്കലിന്റെ രസകരമായ ഓർമ്മകളായി ഈ ചിത്രങ്ങൾ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ദീർഘനാൾ തങ്ങി നിൽക്കും.